പച്ച വണ്ടി ഇത് തന്നെ. ഹലോ ഹലോ, ട്രെയിനിങ് കൊടുക്കാൻ ഞാൻ റെഡി. നിങ്ങളോ? നീ ട്രെയിനിങ് കൊടുക്കാന്ന് പറഞ്ഞ പട്ടാളത്തിൽ ചേർക്കാനാ? ടി വിയിൽ എടുക്കാനല്ലേ? ടി വി ആണ് മുരളി. പക്ഷെ ഇതുവരെയും ട്രെയിനിങ് കൊടുത്തവ മുരളി നമ്മൾ മൂഞ്ചിട്ടിട്ടേ ഉള്ളൂ. ഇത്തവണ മിലിറ്ററി സർട്ടിഫിക്കറ്റ് തന്നെ ട്രെയിനിങ് കൊടുക്കണം. ഓക്കെ ഇല്ല ഇല്ല, കോംപ്രമൈസ് ഒന്നും ഇല്ല മുരളി. മുരളി ആദ്യം ഒരു മീശ സെറ്റ് ചെയ്യണം, പിന്നെ ഞാൻ ഇട്ടിക്കുന്ന പോലത്തെ ഡ്രസ്സ്. എനിക്ക് കോമാളി വേഷം ഒന്നും കെട്ടാൻ പറ്റത്തില്ല, ഞാനിത് ഇടും. മലയാളി നടക്കില്ല, അവന്മാര് പേടിക്കില്ല. മലയാളി പേടിക്കണം. നമ്മൾ അത്ര സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ ഡിസിപ്ലിൻ കാട്ടി സൂക്ഷിക്കുന്ന ഈ ഒറ്റ ട്രെയിനിങ് കൊണ്ടായിരിക്കണം. എടാ, എന്നെ ഈ ഡ്രസ്സിൽ കണ്ടാൽ തന്നെ അവർക്ക് പേടി വരുമല്ലേ? വാസുണല്ലേ മലയാളി അണ്ണാന്ന് വിളിക്കുന്നത് കൊണ്ട് മാത്രം പേടിക്കുന്നതാണ്. മലയാളി ഡ്രസ് ഇട്ടേ പറ്റൂ. മള്ളി വേണമെങ്കിൽ ഗണ്ണ് വെക്കണ്ട, ഡ്രസ് ഇട്ടാ മതി. ഞാൻ പെട്ടെന്ന് ഡ്രസ്സിന്റെ കോഡ് പറഞ്ഞുതരാം, അതുപോലെ അങ്ങ് ഇട്ടാ മതി. അതിന് മുമ്പ് ഞാനൊരു കാര്യം ഇവരോട് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. നീ ഇവിടെ കേൾക്കണം. ഇറ്റാച്ചി വന്നിട്ട് എനിക്ക് മെസ്സേജ് ആയിരുന്നു കേട്ടാ. ഇറ്റാച്ചി വന്നിട്ട് പറഞ്ഞു, നമ്മൾ അന്ന് ഹാക്കർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവന് സിറ്റിയിലൊരു എക്സ്പോഷർ ഇതൊക്കെ അന്ന് ആയത്. അന്ന് തൊട്ട് വാശിയായിരുന്നു, അവന്റെ സൈഡ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആവണമെന്ന്. ഞാൻ ഒരു കാര്യം ബ്രോയ്ക്ക് ഉറപ്പ് തരാം, ടി വിയിലെ പ്ലേയേഴ്സിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എത്രയാണോ അത് ഞാൻ വെളിയിൽ കൊണ്ടുവന്നിരിക്കും. ഞാൻ ആക്റ്റീവ് ആവുന്നിടം തൊട്ടുള്ള വാറിന്റെ റിസൾട്ട് നോക്കിയിട്ട് ബാക്കി ഇനി സംസാരിച്ചാൽ മതിയെന്ന്. ഓ, ഏതാ കോൺഫിഡൻസ് പിള്ളേർക്കൊക്കെ. ഇനി എവനെങ്കിലും ഇങ്ങോട്ട് വാരെന്നും മറ്റേ MC തോമസിന്റെ അവനെയൊക്കെ വരട്ടെ ഇങ്ങോട്ട്, അവനെയൊക്കെ അടിച്ചു പോരക്കിയിട്ട് മള്ളി. അത്ര ഉള്ളു മള്ളി, അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ ട്രെയിനിങ് മലയാളി. ഈ ട്രെയിനിങ് കൊണ്ട് ഇറ്റാച്ചി ഒഴിച്ച് ബാക്കി എല്ലാവരും നന്നാവണം. അതെ അതെ, ഇറ്റാച്ചി ഓൾറെഡി ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. അവൻ കത്തി, ഇനി ബാക്കിയുള്ളവര് നമ്മൾ കത്തിച്ചെടുക്കണം മലയാളി. ഓ, അതാ പറഞ്ഞേ. അപ്പൊ ഇറ്റാച്ചിയുടെ ആ ഒരു ഫയറിലേക്ക് കൊണ്ടുവരണം ഈ നാലവന്മാരെ. അതെ 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 അതെ. അതായത് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ്, മെന്റൽ ടെസ്റ്റ്, സിറ്റുവേഷണൽ ടെസ്റ്റ്. എന്തൊക്കെയാണ്? ടെസ്റ്റ്, മെന്റൽ ടെസ്റ്റ് ആൻഡ് സിറ്റുവേഷണൽ ടെസ്റ്റ്. ഇതില് ഫിസിക്കൽ ടെസ്റ്റില് നമ്മുടെ നോർമൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് കാര്യങ്ങളെല്ലാം വരും. അതിൽ ലാസ്റ്റ് ഗൺ ഫൈറ്റ് കാര്യങ്ങളെല്ലാം ലാസ്റ്റ് കൊണ്ടുവരാം. മെന്റൽ ടെസ്റ്റില് നമുക്ക് IQ ടെസ്റ്റും പിന്നെ ഒരു എന്താ പറയാ, അതിനകത്തൊരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള ഒരു ടെസ്റ്റും കൊണ്ടുവരണം. ഓക്കെ, അതായത് ലോജിക്കൽ ടെസ്റ്റ്. ലോജിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ലോജിക്കലി എങ്ങനെ എടുക്കുന്നു, ഓക്കെ, ലോജിക്കൽ സൊല്യൂഷൻസ് എങ്ങനെ കൊണ്ടുവരുന്നു, മനസ്സിലായില്ലേ? അതും IQ ടെസ്റ്റും നമുക്ക് മെന്റൽ ടെസ്റ്റിൽ കൊണ്ടുവരാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മമാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹൈറാർക്കി ഉണ്ട്, ഒരു ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പോയി നമ്മുടെ ഉള്ള വിലയും കൂടെ അവരുടെ മുമ്പിൽ കളയണതാണോ, അതാണുള്ള പരിപാടിയാണോ നിന്റെ? മലയാളി അല്ല മലയാളി. മലയാളി ഇത് നോക്കോ മലയാളി, ഇതുവരെ കണ്ടതറിയ മലയാളി ട്രെയിനിങ് കൊടുത്തിട്ടാണ് കണ്ണാപ്പി നടക്കാൻ നടപ്പുണ്ടോ? ഞാൻ ട്രെയിനിങ് ഒന്നും കണ്ണാപ്പിക്കൊന്നും. പിന്നെ കണ്ണാപ്പിക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിൽ ഭേദം മറ്റേ കോഴിക്ക് മറ്റേ സാമാനം വരാൻ പ്രാർത്ഥിക്കുന്നതാണ്. അതാണ്. അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടാവില്ല, അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കല്ലേ. നമ്മളിനി ആങ്കോഴി പെങ്കോഴി എന്ന് പറഞ്ഞിട്ട് ഇനി അത് ഒരു പ്രശ്നമല്ല. കോഴിയാണല്ലോ ഡീൽ ചെയ്തല്ലേ? അപ്പൊ ക്യാമറ ഞാൻ എങ്ങോട്ടേലും ഇത് ഒതുക്കട്ടെ എങ്ങോട്ടേലും? ക്യാമറ ഒതുക്കൂ. ഓക്കെ, അതങ്ങനെ ഒരുത്തൻ. ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവുന്ന ഉപകാരം ഉണ്ടായിക്കോട്ടെ, ലോക്ക് ചെയ്യണ്ട. സിറ്റി കത്തിയോ? ഒയ്യോ, ഇവിടെ ക്രോം കിടക്കണം, ക്രോം. അതാണ് ലോഡ് വലിക്കുന്നത്, ലോഡ്. ഹലോ. അല്ല, ഞാൻ ഒന്ന് വെളിയിലോട്ട് പോയിട്ട് വന്നതാ. വാ. വാർ ചാറ്റിൽ എന്താടാ കാണാം? ഷുവർ. ഇതെങ്ങോട്ട് പോണം? എങ്ങോട്ടാ പോണ്ടേ? മള്ളിക്ക് മറ്റേ ബാഗ് ഉണ്ടോ? ഔട്ട്ഫിറ്റ് ബാഗ് ഇല്ല. അപ്പൊ അത് വാങ്ങാൻ നമുക്കൊരു മലക്കറി കടയിൽ പോണം. മലക്കറി കടയിലോ? അല്ല, പ്രൊഫഷണൽ സ്റ്റോർ. അതെവിടാ? പ്രൊഫഷണൽ സ്റ്റോർ ഇല്ലേ? ആരെങ്കിലും ചോദിക്കട്ടെ. ഇവിടെ ഒരെണ്ണമുണ്ട്. നേരെയാണോ അങ്ങോട്ടാണോ? പൊടകിലോട്ട് മെയിൻ സിറ്റി ഏരിയയിലോട്ട്. മള്ളി സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട്? പെട്ടെന്നുണ്ടെങ്കിൽ എടുത്താണ്. പച്ച വേണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ മള്ളി,
ഇത് വെച്ചേ പറ്റുള്ളൂ മലയാളി. കാരണം അവന്മാർക്ക് ആദ്യം തൊട്ടേ പച്ചയെ കാണുമ്പോ വെറുപ്പ് തോന്നണം. നമ്മൾ അങ്ങനെ കണ്ടു തുടങ്ങട്ടെ. പച്ച കാണുമ്പോഴേ ഒരു പൊട്ടണം. അതെ അതെ അതെ, അത് പൊട്ടിക്കാം. ഇന്ന് തൊട്ടൊക്കെ പൊട്ടിക്കാം. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഹായ് അമ്പത്തൂർ പെവറാക്കാം. എന്താ ടെക്സസ് എഡോരോവിച്ച്. ഈ പച്ച എവിടെ ചെന്നാലും തീട്ടമാണല്ലേ സത്യം പറഞ്ഞേ. അതറിയാമില്ല, കളറിന്റെ വിലയെ അങ്ങ് പോയി. അല്ല ഇവന്മാരുടെ കൂട്ടത്തിൽ ഇപ്പം മറ്റേ ഈ വലിക്ക് വിളിയേക്കാൻ നിൽക്കുന്ന എന്തിനാണ് അമ്പത്തൂര്? ഇവനൊരു പരിപാടി ഇല്ല. കത്തിയോ? കത്തില്ല കത്തില്ല കത്തില്ല, കത്തും. സിറ്റി മുഴുവൻ കത്തും ഒരു മാസത്തിനകത്ത്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. മറ്റേ വെരിഫൈഡ് പച്ചമാണങ്ങൾ വന്നോ ഇവിടെ? അതറിയില്ല മലയാളി, അതറിയില്ല. പറഞ്ഞ് കേട്ട് കേൾവിയൊക്കെ ആണ്, അറിയില്ല, അതിനെപ്പറ്റി ഒന്നും അറിയില്ല. വന്ന് കേട്ട് വരുന്ന ഞാൻ എന്റെ അടുത്ത് ആദ്യം പറഞ്ഞ കാര്യം അതാണ്. ഉടനെ വരുന്നു. എന്തോ നമ്മള് മൈൻഡ് ചെയ്യാൻ പോയില്ല. വന്നാലും ഇല്ലെങ്കിലും നമുക്ക് ഒരേ മൈര. ഇവിടെ കിട്ടാം, ഔട്ട്ഫിറ്റ് ബാഗ് കിട്ടാം. ഡോക്കി അങ്ങനെ മറ്റേ വൃത്തിയുടെ സിറ്റുവേഷൻ എടുക്കാൻ വന്നല്ല. ഒരു മിലിറ്ററിക്കാരനാവേണ്ടവനായിരുന്നു. എന്തിനു ഇവിടെ വന്ന് പെട്ടു മള്ളിയുടെ ഇവിടെ? നീനൊക്കെ എന്തിനു വെടിവെക്കാൻ അറിയാത്ത നീയൊക്കെ മിലിറ്ററി പോയിരുന്നെ എന്നേ ചത്തുപോയില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് എന്തിനു ഞെക്കണം ഈയോ? അങ്ങോട്ട് പോയി എന്ത് വെക്കാൻ? അങ്ങനെ മിലിറ്ററി ഇല്ലല്ലോ മലയാളി ചേറിയെന്നൊക്കെ ചെയ്ത് വാങ്ങ. പറഞ്ഞതാടാ കണ്ണാവുണ്ട്. എന്ത് കണ്ണ് എവിടെ വെക്കണ്ടേ? കാണിക്കുന്നില്ല. എന്നതോ പുള്ളിയുടെ അവിടെ. പുള്ളിയുടെ എന്തില്? പുള്ളിയുടെ മെഷീനില്ലതാ ഇവിടെ. ഈ ബില്ലിംഗ് മെഷീൻ കണ്ടോ? മാറിയില്ലതാ ചേട്ടേ. ഇമ്പോർട്ട് ഔട്ട് വിയർ. ഒറ്റ മിനിറ്റ് കണ്ടപ്പോ തന്നെ സല്യൂട്ട് അടിക്കാൻ തോന്നി. ആരും പിടിച്ചടിക്കാതെ കൊള്ളാം. മേജർ പരുന്തുവാസു. മലയാളിക്ക് വേണമെങ്കിൽ ഗണ്ണ് വേണമെങ്കിൽ ഊരി വെക്കാട്ടോ. വയ്യ മറത്തിട്ട് ചെയിൻ ഊരി നോക്ക്. എന്ത്? അല്ല വയ്യ മറത്തിട്ട് വെസ്റ്റ് ഊരിയാതി. ആർമർ ഒന്നും ഇല്ല. യു ഓൾറെഡി വിയറിംഗ് ദാറ്റ്. ബാഗ് ലെഫ്റ്റില് മറ്റേ ഇത് കിടപ്പുണ്ട്, അത് ഊരിയാ മതി. ഒരു പാരച്യൂട്ടിന്റെ സിമ്പൽ ഇല്ലേ ലെഫ്റ്റില്? ഓ ശരി. ഓ ഏതാ ഇപ്പൊ സെറ്റ് ആയില്ലേ? മള്ളി നമ്മൾ ഇങ്ങനെ നടന്ന എല്ലാരും സല്യൂട്ട് അടിക്കും. നമ്മളൊക്കെ ഉണ്ടാ ഒരു ട്രെയില് കാണിച്ചു തരാം. മള്ളി MC ഒരു സല്യൂട്ട് അടിക്കും. സല്യൂട്ട് കിട്ടിയില്ലേ? ഒരു കറക്റ്റ് ക്ലാസ് കണ്ടില്ല. വെറുതെ അവനോട് സംസാരിച്ചു നോക്ക്. സല്യൂട്ട് അടിക്കാൻ നോക്ക്. ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി ജയ്. ഓക്കെ സല്യൂട്ട്. ഈ ഫേസ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇത് ലെഫ്റ്റനന്റ് കേണൽ കമാൻഡർ പരന്തുവാസാണ്. പേരെന്താ സുഹൃത്തിന്റെ? മങ്കി ഡേവിസ്. ബോർഡർ വെച്ച് കിട്ടിയ ഞങ്ങളൊരു ചെറിയൊരു യുദ്ധമുണ്ട്, പോയിട്ട് വരാം. ഇവനൊക്കെ ബോർഡറിൽ വെച്ച് കിട്ടണം മലയാളി. ബഹുമാനം ഇല്ലാത്ത കേട്ടി. ബേസിക് തിങ്സ്. ഓക്കേ ബോർഡർ ചിക്കൻ കഴിക്കാൻ പോണോന്ന്. ബോർഡർ ചിക്കൻ കഴിക്കാൻ പോണം. എടാ അവന്റെ പേര് തന്നില്ലേ, അവൻ മങ്കിയാണെന്ന്. അവൻ അതിനുള്ള ബുദ്ധി ഉള്ളൂ. ആരാടാ? പച്ച കളറേ. പച്ചയാണേലും നമുക്കെന്ത്? ഓ വണ്ടിക്ക് അകത്താണ് പച്ച, പുറത്തല്ല.
അപ്പൊ പുള്ളി അതാ എനിക്ക് തോന്നുന്നേ അവന് ഞാൻ പറഞ്ഞില്ലേ ഈ പുറലോകമായിട്ട് ബന്ധമില്ലാത്തതാണ് പക്ഷെ മുതുക്കി പോയി ഉറപ്പൊരു റെസ്പെക്ട് കിട്ടും. എടാ അവന് ബുദ്ധി പ്രതീക്ഷ അവന്റെ പേര് തന്നെ ഇല്ലേ ഭംഗിയാണ് ചെറുക്കൻ. സത്യം. നമ്മളായിരുന്നു അവനാണോ റോങ് സൈഡ്? നമുക്ക് ഈ സൈഡല്ലേ പോണ്ടേ? നമ്മൾ ഈ സൈഡാ പോകണ്ടേ? ഭയങ്കര ബുദ്ധിമുട്ടാ കേട്ടോ അത് ഓടിക്കാനേ.